ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് കറിയാണ്. നമ്മളിവിടെ ഇപ്പോൾ വെജ് കൊലാപ്പുരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജ് കൊലാപ്പുരി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇനി അത് നന്നായിട്ട് ചൂടായി വരണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ബീൻസ് ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ആ എണ്ണയിൽ വഴറ്റാം. ഇപ്പം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നന്നായിട്ട് വഴറ്റുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്കിത് ഒന്ന് നന്നായിട്ട് വാടി കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക. അതിനുശേഷം ഇടയ്ക്ക് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യുക. അന്നേരം തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനൊരു 5-6 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ ഒരു ആവിയിൽ വെന്ത് കിട്ടിയതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ച കളറ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ യെല്ലോ കളറ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ റെഡ് കളറ് ക്യാപ്സിക്കം കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ഈ 3 തരം ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നമുക്കിതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള കറിയാണ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 3 കളറ് ക്യാപ്സിക്കം ചേർത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ല കളർഫുള്ളും ആയിരിക്കും ഈ കറി. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ ക്യാപ്സിക്കം ഒന്നും നന്നായിട്ട് വെന്തടിഞ്ഞു പോകാൻ പാടില്ല. ഒരുവിധം മീഡിയം ആയിട്ടാണ് നമുക്കിത് വെന്ത് കിട്ടേണ്ടത്. ഇതേപോലെ നമുക്കിത് ഇടയ്ക്കെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് പിന്നെയും വേവിക്കാം. അപ്പോൾ ഏകദേശം ഇതും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഇതെല്ലാം പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടുന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഗ്രീൻ പീസാണ് നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തലേ ദിവസം കുതിർത്തതോ അല്ലെങ്കിൽ പച്ച ഗ്രീൻ പീസോ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റണം. കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് വഴറ്റി അതും എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ അതേ കടായി തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 2 കഷ്ണം കറുവപ്പട്ടയും അതുപോലെ തന്നെ 2 ഗ്രാമ്പൂവും പിന്നെ കുറച്ച് കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബേ ലീഫും കൂടി ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 5-6 വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1 ഇഞ്ച് ഇഞ്ചി കഷ്ണം ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി നമുക്കിതിൽ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയെല്ലാം നന്നായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കാഷ്യൂ ചേർക്കാം. നമ്മുടെ കയ്യിൽ സ്പ്ലിറ്റ് ആണെങ്കിൽ ഉള്ളതെങ്കിൽ സ്പ്ലിറ്റ് ചേർക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ളതാണെങ്കിൽ ഫുള്ള് അതും കൂടി ചേർത്തിട്ട് ഇതും കൂടി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി വഴറ്റി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചേർക്കാം. ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റാം. വേഗം തന്നെ നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 3 കായ്മുളക് ചേർക്കാം. അതും കൂടി ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ കായ്മുളകും ഈ ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം കൂടിയിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് അവിടുന്ന് മാറ്റിയിട്ട് തണുത്ത് കഴിഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് നമുക്ക് അത് അരച്ചെടുക്കണം. നമുക്കിനി ഇത് ഇവിടെ മാറ്റി വെച്ചിട്ട് വേഗം തന്നെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് ചുവപ്പ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ്
കായപ്പൊടി, ഇത്രയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം ഈ എണ്ണയിൽ. ഇത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇതൊട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മിക്സും അതുപോലെ തന്നെ മുളക് എല്ലാം മൂപ്പിച്ചിട്ടുള്ള ഈ ഒരു മിക്സും കൂടി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി ഇതിൻ്റെ അകത്ത് എണ്ണ റിലീസായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം എണ്ണയെല്ലാം റിലീസായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി. അത് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്നത് ഏകദേശം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് നിന്ന് എണ്ണ റിലീസായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലെത്തണം. ഇപ്പോൾ ഇതാ വീണ്ടും എണ്ണ റിലീസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം ഞാൻ നേരത്തെ മിക്സിയിൽ അരച്ച ആ ഒരു കൂട്ടിൻ്റെ വെള്ളമാണ് ഇത് ഒഴിച്ചിട്ടുള്ളത്. അതാണ് കളറിങ്ങനെ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണം. കറിക്ക് നമ്മൾ എത്രയാണ് കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെള്ളം പോലെയാണ് കറി വേണ്ടതെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കുക, ഇതിലും കൂടുതൽ വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിൽ ഏകദേശം 2 കപ്പ് വെള്ളമാണ് ടോട്ടൽ ഒഴിച്ചിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. കുറച്ച് സമയം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം പനീർ ചേർക്കാം. പനീർ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. ഇതുപോലെ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഈ പനീറും കൂടി ഇട്ടിട്ട് ഇതൊന്നും കൂടി കുക്കാവാനുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണ്ടുന്ന ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഗ്രേവിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കസൂരി മേത്തിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് റോസ്റ്റഡ് കസൂരി മേത്തി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ് വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് ചപ്പാത്തീൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ദോശ, എന്തൊക്കെയാണ് എല്ലാത്തിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.